നമസ്കാരം. ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ പാപമോചിനി ഏകാദശി വന്നെത്തിയിരിക്കുകയാണ്. സകല പാപങ്ങളും ഇല്ലാതാക്കുന്ന ഈ ഏകാദശിയുടെ തിഥി, ഹരിവാസര, പാരണ സമയക്രമങ്ങൾ, വ്രതകഥ തുടങ്ങി അറിയേണ്ട കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ പറയുന്നു. പാപമോചിനി ഏകാദശിയുടെ വ്രതമാഹാത്മ്യ കഥ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് പോലും 1000 പശുക്കളെ ദാനം ചെയ്യുന്ന പുണ്യം നൽകുന്നു എന്നാണ്. ഏറ്റവും വലിയ പാപങ്ങൾ പോലും ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഇല്ലാതാകുന്നു എന്നാണ് വിശ്വാസം. ചവന മഹർഷിയുടെ പുത്രനായ മേധാവി മഹർഷി ചിത്രരഥ വനത്തിൽ തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. ഈ സുന്ദര വനത്തിൽ സ്വർഗലോക നിവാസികൾ സന്ദർശിക്കുക പതിവായിരുന്നു. ഒരിക്കൽ അവിടെ എത്തിയ ഇന്ദ്രദേവൻ മേധാവി മുനിയുടെ തപസ്സു കണ്ട് ആകുലനായി. ഇത്രയും ശക്തമായ തപസ്സിലൂടെ മുനിക്ക് തന്നെ പോലും മറികടക്കാൻ സാധിക്കുമോ എന്ന ആശങ്കയിൽ മുനിയുടെ തപസ്സ് മുടക്കുവാൻ തീരുമാനിച്ച ഇന്ദ്രൻ ഇതിനായി അപ്സര സ്ത്രീകളെ നിയോഗിച്ചു. മഞ്ജുഘോഷ എന്ന അപ്സരസ് മുനിയുടെ ആശ്രമത്തിനടുത്ത് നിലയുറപ്പിക്കുകയും ഗാനാലാപനവും നൃത്തവും മറ്റും തുടങ്ങുകയും ചെയ്തു. എന്നാൽ മഹർഷിയുടെ തപസ്സിന് ഭംഗം വരുത്താൻ കഴിഞ്ഞില്ല. എന്നാൽ മഞ്ജുഘോഷയുടെ സംഗീതത്തിൽ ആകൃഷ്ടനായി എത്തിയ കാമദേവൻ മഞ്ജുഘോഷയെ സഹായിക്കാൻ തയ്യാറായി. അദ്ദേഹം തൻ്റെ ബാണം മഹർഷിയുടെ നേർക്കയക്കുകയും തൽഫലമായി മഹർഷി തൻ്റെ തപസ്സു മറന്ന് അപ്സരസിൽ ആകൃഷ്ടനാകുകയും ഇരുവരും വർഷങ്ങൾ പോയതറിയാതെ അവിടെ കഴിയുകയും ചെയ്തു. ഒരിക്കൽ മഞ്ജുഘോഷ തിരികെ പോകാൻ ഒരുങ്ങി. അപ്പോഴേക്കും 57 വർഷങ്ങൾ കടന്നുപോയിരുന്നു. ആ സമയത്താണ് മഹർഷി തൻ്റെ തപസ്സിന് ഭംഗം വന്ന കാര്യം ഓർത്തത്. സ്വബോധം കൈവരിച്ച അദ്ദേഹം തൻ്റെ തപസ്സു മുടക്കിയ മഞ്ജുഘോഷയെ ഒരു പിശാചായി പോകട്ടെ എന്ന് ശപിച്ചു. ശാപമോക്ഷത്തിനായി അപേക്ഷിച്ച അവൾക്ക് പാപമോചനി ഏകാദശി അനുഷ്ഠിക്കാനുള്ള നിർദ്ദേശം നൽകി അദ്ദേഹം പിതാവായ ചവന മഹർഷിയുടെ അടുത്തേക്ക് യാത്രയായി. നടന്ന സംഭവങ്ങൾ അറിഞ്ഞ ചവന മഹർഷി മകനോട് പാപമോചനി ഏകാദശി അനുഷ്ഠിച്ചു കൊള്ളാൻ പറഞ്ഞു. ഇപ്രകാരം മഹർഷിയും അപ്സരസും ഏകാദശി അനുഷ്ഠിക്കുകയും പാപമോചിതരാകുകയും മഹർഷി തൻ്റെ തപസ്സു തുടരുകയും മഞ്ജുഘോഷ തിരിച്ച് സ്വർഗത്തിലേക്ക് പോകുകയും ചെയ്തു. ഇതാണ് പാപമോചനി ഏകാദശിയുടെ വ്രതകഥ. ഇനി വ്രതം എപ്രകാരം എടുക്കണമെന്ന് നോക്കാം. തലേന്ന് ദശമി നാളിൽ ഒരിക്കലൂണോടുകൂടി വ്രതം ആരംഭിക്കാം. സസ്യാഹാര ഭക്ഷണം, പകലുറക്കം പാടില്ല, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക, ബ്രഹ്മചര്യനിഷ്ഠ, മാനസിക ശാരീരിക ശുദ്ധി തുടങ്ങിയ സാമാന്യ വ്രതനിഷ്ഠകൾ പാലിക്കുക. ഏകാദശി ദിനത്തിൽ വെളുപ്പിനുണർന്ന് കുളിച്ച് ഭഗവത് ഭജനത്തിൽ ഏർപ്പെടുക. നെയ്വിളക്ക് കൊളുത്തുന്നത് ഉത്തമമാണ്. പൂർണ്ണ ഉപവാസമാണ് ഉത്തമമെങ്കിലും ആരോഗ്യസ്ഥിതി അനുസരിച്ച് പാലും ഫലവർഗ്ഗങ്ങളും ഭക്ഷിച്ചോ തുളസി തീർത്ഥം, ഇളനീര് ഇവ സേവിച്ചോ വ്രതമെടുക്കാവുന്നതാണ്. ധാന്യഭക്ഷണം, ഉള്ളി, വെളുത്തുള്ളി ഇവ ഒഴിവാക്കുക. പയറുവർഗ്ഗങ്ങളും ഒഴിവാക്കുന്നത് നന്ന്. ഈ ദിവസം ശ്രീ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അത്യുത്തമമാണ്. ഈ ദിവസം തുളസിയില ഭഗവാൻ അർപ്പിക്കുന്നതും അർച്ചന നടത്തുന്നതും വളരെ നല്ലതാണ്. എന്നാൽ തുളസിയില നേരത്തെ ശേഖരിച്ചു വയ്ക്കുക. ഏകാദശി, ദ്വാദശി ദിനങ്ങളിൽ തുളസിയില പിച്ചരുത്. ഇതിനു പുറമെ മുല്ലപ്പൂക്കൾ സമർപ്പിക്കുന്നത് പുണ്യകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്ര ദർശനം നടത്തുക. പിറ്റേന്ന് ദ്വാദശി ദിനത്തിൽ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. ഇത്തവണ പാപമോചനി ഏകാദശി വരുന്നത് 2025 മാർച്ച് 25 ചൊവ്വാഴ്ചയാണ്. ഏകാദശി തിഥി വരുന്നത് മാർച്ച് 25 രാവിലെ 5:05 മുതൽ മാർച്ച് 26 രാവിലെ 3:45 വരെയാണ്. ഹരിവാസര സമയം മാർച്ച് 25 രാത്രി 9:15 മുതൽ മാർച്ച് 26 രാവിലെ 9:15 വരെയാണ്. പാരണ വീടേണ്ടത് മാർച്ച് 26 ഉച്ചയ്ക്ക് 1:40 കഴിഞ്ഞ് വൈകിട്ട് 4:10 വൈഷ്ണവ പാപമോചനി ഏകാദശിയാണ് ആചരിക്കുന്നതെങ്കിൽ മാർച്ച് 26 ബുധനാഴ്ചയാണ് വ്രതമെടുക്കേണ്ടത്. ഇതിൻ്റെ പാരണ സമയം വരുന്നത് മാർച്ച് 27 രാവിലെ 6:18 മുതൽ 8:46 വരെയാണ്. വിശ്വാസത്തോടും ഭക്തിയോടും യഥാവിധി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സമൃദ്ധിയും സമാധാനവും ഉണ്ടാകുന്നു. ഈ പുണ്യവ്രതം അനുഷ്ഠിക്കുന്നയാൾ ലോകസുഖങ്ങൾ ആസ്വദിക്കുകയും ഒടുവിൽ വൈകുണ്ഠപ്രാപ്തി നേടുകയും ചെയ്യുന്നു എന്നാണ്. ഏവർക്കും വിഷ്ണു കൃപയാൽ വ്രതം അനുഷ്ഠിക്കാനും അനുഗ്രഹം നേടാനും സാധിക്കട്ടെ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യൂ. നന്ദി, നമസ്കാരം.